ഹായ്, ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞ് നമുക്കിനി രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. പണ്ടൊക്കെ ഒന്നാമത്തെ ചാപ്റ്റർ +1 ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റാണ്, രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. സെറ്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് തുടങ്ങാം. റിലേഷൻ എന്താണെന്നാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അതിന് തൊട്ട് മുന്നേ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഓർഡേർഡ് പെയർ എന്താണെന്ന് നോക്കാം. ഓർഡേർഡ് പെയർ. An ordered pair is a pair of entries in the specified order. The two entries are separated by comma and enclosed within brackets. Ordered pair A, B. ഇതാണ് ordered pair A, B. Ordered pair 2, 3. പെയർ ആക്കി എഴുതുന്നത് ordered pair. ordered pair AB എന്ന് പറഞ്ഞാൽ ഈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പോണന്റ് ആണ്, B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്പോണന്റ് ആണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ordered pair 2, 3, ordered pair 5, 6. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ordered pair AB equal to ordered pair CD. അങ്ങനെയാണെങ്കിൽ അതായത് ordered pair AB equal to ordered pair CD അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും A equal to C. A equal to C ആയിരിക്കും. അതേപോലെ B equal to എന്തായിരിക്കും? A equal to C ആയിരിക്കും, B equal to D ആയിരിക്കും. A equal to C and B equal to D. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതായത് ഓർഡേർഡ് പെയർ 2, 3 ഈക്വൽ ടു ഓർഡേർഡ് പെയർ 3, 2. ഞാൻ ഇത് എഴുതിയത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. ഇവിടെ 2 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? നിർബന്ധമായിട്ടും 2 വരണം. ഇവിടെ 3 ആണുള്ളത്. അതായത് ഓർഡേർഡ് പെയർ 2, 3 നോട്ട് ഈക്വൽ ടു ഓർഡേർഡ് പെയർ 3, 2. ഇനി നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. if x plus 1 comma y minus 2 equal to 6, 5, then find the value of x and y. നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇവിടെ തന്നത് എന്താണ്? ordered pair x plus 1 comma y minus 2 equal to ordered pair 6, 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? x plus 1 equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 എന്ന് എഴുതാൻ പറ്റും. y minus 2 equal to 5 എന്ന് എഴുതാൻ പറ്റുമല്ലോ. x plus y 1 equal to 6 ഉം y minus 2 equal to 5. Then x equal to 6 minus 1 or 5 or y equal to 5 plus 2 equal to 7. അതായത് നമുക്ക് എക്സിന്റെ വാല്യൂ 5 ആണ് കിട്ടിയത്, വൈന്റെ വാല്യൂ 7 ആണ് കിട്ടിയത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഇത് ക്ലിയർ ആണല്ലോ? ordered pair x plus 1 comma y minus 2 equal to 6, 5. Then find the value of x and y. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ordered pair 2x by 5 plus 1 comma y minus 3 by 4 equal to 1 by 5 comma 1 by 4. If ordered pair 2x by 5 plus 1 comma y minus 3 by 4 equal to 1 by 5 comma 1 by 4, then find the value of x and y. Then find the value of x and y. നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ ordered pair 2x by 5 plus 1 comma y minus 3 by 4 equal to 1 by 5 comma 1 by 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 1 by 5 comma 1 by 4. അങ്ങനെയാണെങ്കിൽ 2x by 5 plus 1 equal to 1 by 5 ആണ്. അതേപോലെ y minus 3 by 4 equal to 1 by 4 ആണ്. 2x by 5 plus 1 by 5 ആണ്. അതേപോലെ y minus 3 by 4 equal to 1 by 4 ആണ്. അങ്ങനെയാണെങ്കിൽ
2x by 5 equal to 1 by 5 minus 1 equal to 1 by 5 minus 1. 1 minus 5 by 5 equal to minus 4 by 5. ഈ 5ഉം 5ഉം ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 2x equal to minus 4 എന്ന് കിട്ടി. Implies 2x equal to minus 4, then x equal to minus 4 by 2 equal to minus 2. ഓക്കെ, നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം y minus 3 by 4 equal to 1 by 4. അങ്ങനെയാണെങ്കിൽ y equal to എന്താണ്? 1 by 4 plus 3 by 4. ഓക്കെ, 1 by 4 plus 3 by 4. 1 plus 3, 4 by 4 equal to 1. അതായത് എക്സിന്റെ വാല്യൂ എന്താണ്? -2 ആണ്. വൈന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഇനി നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ് എന്താണ് നോക്കാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിള് എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, എ ഈക്വൽ ടു സെറ്റ് 2 3 5. ഓക്കെ, ബി ഈക്വൽ ടു സെറ്റ് 3 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുക എ ക്രോസ് ബി എന്നാണ്. എ ഇൻറ്റു ബി അല്ല, ഇത് വായിക്കുക എന്താണ്? എ ക്രോസ് ബി. എ ക്രോസ് ബി നമുക്ക് എന്താണെന്ന് നോക്കാം. 2 3 5 ക്രോസ് 3 8. ഓക്കെ, 2 3 5 ക്രോസ് 3 8. അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതെന്താണ്? 2 3. ഇതെന്താണ്? 2 8. ഓർഡേർഡ് പെയർ 2 3. ഓർഡേർഡ് പെയർ 2 8. ഇനി നെക്സ്റ്റ് ഇതെന്താണ്? 3 3. ഇതെന്താണ്? 3 8. ഓക്കെ, ദെൻ ഇതെന്താണ്? 5 3. ഓക്കെ, ഇതെന്താണ്? 5 8. ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എ ക്രോസ് ബി ഈക്വൽ ടു 2 3 5 ക്രോസ് 3 8 ആണ്. 2 3 2 8 3 3 3 8 5 3 5 8. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് എ ക്രോസ് ബി. ഓക്കെ, അതായത് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എ ബി ആണ്, സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എ belongs to A and B belongs to B. ഓക്കെ, എന്താണ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എ കോമ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി. ഇതാണ് എ ക്രോസ് ബി. ഓക്കെ, നമുക്കിനി ഇതിന്റെ ബി ക്രോസ് എ നമുക്ക് നോക്കാം. ബി, ഇതേ ക്വസ്റ്റ്യന്റെ ബി ക്രോസ് എ നമുക്ക് നോക്കാം. ബി ക്രോസ് എ എന്താണ്? ബി ക്രോസ് എ, ഇവിടെ ബി എന്താണ്? ബി 3 8 ക്രോസ് 2 3 5. ഓക്കെ, നമുക്ക് നോക്കാം. 3 2 3 3. നെക്സ്റ്റ് എന്താണ്? 3 5. ഓക്കെ, ദെൻ 8 2. നെക്സ്റ്റ് 8 2 8 3 8 2 8 3. നെക്സ്റ്റ് എന്താണ്? 8 5. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും നിങ്ങൾക്ക് സെയിം ആണോ ഇവിടെ കിട്ടിയത്? നമുക്ക് നോക്കാം. ഇവിടെ എ ക്രോസ് ബി എന്താണ് കിട്ടിയത്? എ 2 3. ഇവിടെ നോക്കൂ, 3 2 അല്ലേ ഉള്ളത്? ഓക്കെ, 2 3യും 3 2 സെയിം ആണോ? ഇതിൽ ഏതെങ്കിലും നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഇത് തെറ്റാണല്ലോ. 2 3 നോട്ട് ഈക്വൽ ടു 3 2. അതുപോലെ 2 8 നോട്ട് ഈക്വൽ ടു 8 2. ഇതൊക്കെ രണ്ടും സെയിം ആണോ വരുന്നത്? അതായത് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഓക്കെ ആണോ?
എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആവുന്ന കേസ് എന്തായിരിക്കണം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ എന്തായിരിക്കും എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആണെങ്കിൽ? എ ഈക്വൽ ടു ബി എടുത്തു കഴിഞ്ഞാൽ എയും ബിയും സെയിം ആണെങ്കിൽ എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആയിരിക്കും. ക്ലിയർ ആണോ? അതായത് ജനറൽ ആയിട്ട് പറയുന്നതാണെങ്കിൽ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ക്ലിയർ ആണോ? ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആണ് ചെയ്തത്. നമുക്കൊരു അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ, എ ഈക്വൽ ടു എ ബി സി ഡി, ഓക്കെ, ബി ഈക്വൽ ടു ഇ എഫ് ജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എ ക്രോസ് ബി എഴുതണം, ബി ക്രോസ് എ എഴുതണം. ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി വളരെ സിമ്പിൾ അല്ലേ? എങ്ങനെയാണ് നമ്മൾ എ ക്രോസ് ബി എങ്ങനെയാണ് എഴുതുക? എ ക്രോസ് ബി എഴുതുക, എ ക്രോസ് ബി ഈക്വൽ ടു എ എന്താണ്? എ ബി സി ഡി ക്രോസ് ബി എന്താണ്? ഇ എഫ് ജി. ഇത് രണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, എ ഇ പിന്നെ എന്താണ്? എ എഫ്, ഓക്കെ, എ ജി. സിമിലർലി ബി ഇ, ബി എഫ്, ഓക്കെ, ബി ജി. ദെൻ നെക്സ്റ്റ് എന്താണ്? സി ഇ, സി എഫ്, സി ജി. നെക്സ്റ്റ് എന്താണ്? ഡി ഇ, ഡി എഫ്, ഡി ജി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, എ ബി സി ഡി ക്രോസ് ഇ എഫ് ജി, എ ഇ, എ എഫ്, ബി ഇ, എ എഫിന് ശേഷം എ ജി. ഇനി അടുത്തത് എന്താണ്? ബി ഇ, ബി എഫ്, ബി ജി. ഓക്കെ, ദെൻ സി ഇ, സി എഫ്, സി ജി. നെക്സ്റ്റ് ഡി ഇ, ഡി എഫ്, ഡി ജി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ബി ക്രോസ് എ എന്താണ്? നമുക്ക് ബി ക്രോസ് എ കൂടി നോക്കാം. ബി ക്രോസ് എ, ബി എന്താണ്? ഇ എഫ് ജി ആണ്. ഓക്കെ, ക്രോസ് എ ബി സി ഡി. ഇത് നമുക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ എ, ഇ ബി, ഇ സി, ഇ ഡി. അതേപോലെ എഫ് എ, എഫ് ബി, എഫ് സി, എഫ് ഡി. ഓക്കെ, അതേപോലെ ജി എ, ജി ബി, ജി സി, ജി ഡി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ബി ക്രോസ് എ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 4. അതായത് എൻ ഓഫ് എ എന്താണ്? 1 2 3 4. ഓക്കെ, എൻ ഓഫ് ബി എന്താണ്? 1 2 3. എൻ ഓഫ് എ 4 ആണ്, എൻ ഓഫ് ബി എന്താണ്? 3 ആണ്. എൻ ഓഫ് എ ക്രോസ് ബി എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ ഓഫ് എ ക്രോസ് ബി നമ്മൾ എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. എത്രയാണ് നമുക്ക് കിട്ടിയത്? 12 ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 3 into 4 എത്രയാണ്? 12 അല്ലേ? അതായത് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ഈക്വൽ ടു എൻ ഓഫ് എ ക്രോസ് ബി. ഓക്കെ ആണല്ലോ? എൻ ഓഫ് എ ഇൻറ്റു, അതായത് എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. ഓക്കെ, എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി. നമുക്ക് കിട്ടുക എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി ആണ്. അതായത് നിങ്ങൾക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും, ഏത് 2 സെറ്റ് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് തരുവോ ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലേ? ഇനി സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10. സെറ്റ് ബി ഈക്വൽ ടു 2 3 4 5 6. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവില്ല. അത്രയും വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുമോ? ഇല്ല.
അതായത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, if p equal to 4, 3, 2 and q equal to set 5. p equal to set 4, 3, 2 and q equal to set 5. Form the sets p cross q and q cross p. അതായത് p cross q എഴുതണം, നമ്മൾ q cross p എഴുതണം. എന്നിട്ട് അതിൻ്റെ താഴെ are these product equal question mark. അപ്പം നമുക്ക് നോക്കാം. p equal to 4, 3, 2. ഓക്കെ, q equal to set 5. അങ്ങനെയാണെങ്കിൽ p cross q equal to എന്താണ്? 4, 3, 2 cross set 5. ഓക്കെ, 4, 3, 2 ക്രോസ് സെറ്റ് 5. ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമുക്ക് എന്താണ് കിട്ടുക? ഓർഡേർഡ് പെയർ 4, 5. ഓക്കെ, then ordered pair 3, 5. okay, then ordered pair 2, 5. നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 3 അല്ലേ? ഇവിടെ 1, 3 into 1, 3 elements അല്ലേ p ക്രോസ് q ഉള്ളത്? ഇത് ശരിയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം q ക്രോസ് p. നമുക്ക് നോക്കാം q ക്രോസ് p. ഓക്കെ, q എന്താണ്? സെറ്റ് 5 ക്രോസ് p എന്താണ്? 4, 3, 2. ഇതിനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക്, അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? 5, 4, 5, 3, 5, 2. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കൂ. p ക്രോസ് q, q ക്രോസ് p ഒരേപോലെ അല്ലേ? പക്ഷെ സെയിം ആണോ? നോക്കൂ, ആണല്ലോ. ഇവിടെ 4, 5, ഇവിടെ 5, 4. ഏകദേശം ഒരേപോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു മീനിങ് ഉണ്ട് അതിന്. ഇവിടെ 4, 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 4, 5 ആയിരിക്കണം. ഇവിടെ എന്താണുള്ളത്? 5, 4. ഇവിടെ തന്നെ തെറ്റിയിട്ടുണ്ട്. അതായത് p ക്രോസ് q നോട്ട് ഈക്വൽ ടു q ക്രോസ് p. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a equal to -1, 1, then form a cross a. നമുക്ക് a cross a കണ്ടുപിടിക്കണം. if a equal to -1, 1, then form a cross a. ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? a cross a നമുക്ക് നോക്കാം. a equal to -1, 1. a equal to -1, 1. then a cross a equal to -1, 1 cross -1, 1. ഓക്കെ, നമുക്ക് നോക്കാം. -1 cross -1, -1, -1. then -1, 1. ഓക്കെ, then 1 -1, then 1, 1. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് a ക്രോസ് a. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, if a cross b equal to 1, 3, 1, 5, 2, 3, 2, 5, 3, 3, 3, 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if a cross b equal to 1, 3, 1, 5, 2, 3, 2, 5, 3, 3, 3, 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ ക്രോസ് എ. 3 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ കണ്ടുപിടിക്കാൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി കണ്ടുപിടിക്കാൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്രോസ് എ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് നോക്കാലോ. ഓക്കെ, എ ക്രോസ് ബി 1, 3, 1, 5, 2, 3, 2, 5, 3, 3, 3, 5 ആണെങ്കിൽ ഉറപ്പല്ലേ എ എന്തായിരിക്കും? എ ഈക്വൽ ടു 1, 2, 3 അല്ലേ? ബി ഈക്വൽ ടു എന്താണ്? 3, 5 അല്ലേ? നിങ്ങളൊന്ന് ക്രോസ് ചെയ്ത് നോക്കൂ. എ ക്രോസ് ബി അല്ലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നോക്കൂ. 1, 3. ഓക്കെ, 1, 5. ഓക്കെ, 2, 3. ഓക്കെ, 2, 5. ഓക്കെ, 3, 3.
then 3 5. ക്ലിയർ ആണോ? എ ക്രോസ് ബി അല്ലേ ഇത്? അപ്പോൾ എ ഈക്വൽ ടു 1 2 3 കിട്ടി, ബി ഈക്വൽ ടു 3 5. എത്ര പെട്ടെന്നാ കിട്ടിയത്? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ എ ക്രോസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ ക്രോസ് എ എന്തായിരിക്കും? എ ഈക്വൽ ടു 1 2 3 ആണ്. ദെൻ എ ക്രോസ് എ ഈക്വൽ ടു 1 2 3 ക്രോസ് 1 2 3. ഇത് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നമുക്ക് 1 1 1 2 1 3 1 1 1 2 1 3. then 2 1 2 2 2 3. then എന്താണ്? 3 1 3 2 3 3. ഓക്കെ, ഇത്രയും പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ സെറ്റ് എ ഹാസ് 3 എലമെന്റ്സ്, അതിന്റെ മീനിങ് n ഓഫ് എ എന്താണ്? 3 ആണ്. ആൻഡ് സെറ്റ് ബി ഈക്വൽ ടു 3 4 5, ബി ഈക്വൽ ടു 3 സെറ്റ് 3 4 5. ഓക്കെ, then find the number of elements of a cross b. n ഓഫ് എ ക്രോസ് ബി എത്രയാണെന്ന് ചോദിച്ച്. n ഓഫ് ബി നമുക്കറിയാമല്ലോ. ഇവിടെ എന്താണ് n ഓഫ് ബി? 1 2 3. ഓക്കെ, നമുക്കറിയുന്ന റിസൾട്ട് എന്താണ്? n ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി. n ഓഫ് എ എന്താണ്? 3 ഇൻറ്റു 3 ഈക്വൽ ടു 9. 3 ഇൻറ്റു 3 ഈക്വൽ ടു 9. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതായത് n ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി. ഇനി നമുക്ക് ഇഫ് എ ഈക്വൽ ടു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a equal to 0 1, then find a cross a cross a. a cross a cross a. ഓക്കെ, നമുക്ക് നോക്കാം. a ഈക്വൽ ടു 0 1 ആണെങ്കിൽ a ക്രോസ് a എന്താണ്? 0 1 ക്രോസ് 0 1. ഇതിൻ്റെ ആൻസർ എന്താണ്? നിങ്ങൾ പറഞ്ഞോളൂ. ഇത് നമ്മൾ കുറേ സമയം ഇത് ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ ആൻസർ? 0 0 0 1 0 0 0 1 1 0 1 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എ ക്രോസ് എ എന്താണെന്ന് നമുക്ക് നോക്കണം. എ ക്രോസ് എ ക്രോസ് എ. ഓക്കെ, എ ക്രോസ് എ ക്രോസ് എ. എ ക്രോസ് എ ക്രോസ് എ ക്രോസ് എ നമുക്കറിയാലോ. എ ക്രോസ് എ എന്താണ്? എ ക്രോസ് എ 0 0 0 1 1 0 1 1. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ 0 1 ക്രോസ് ചെയ്താൽ മതിയല്ലോ. എന്നാ ആൻസർ ആയല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ 0 0 0. ഇതെങ്ങനെ കിട്ടിയത്? ഇതാണ് 0. ഇത് ഓർഡേഡ് പെയർ എന്നാ പറയുക. ഇത് ഓർഡേഡ് ട്രിപ്ലെറ്റ് എന്നൊക്കെയാണ് പറയുക. ഇത് ഓർഡേഡ് പെയർ ആണ്, ഇത് ട്രിപ്ലെറ്റ് ആണ്. 0 0 0. ഇനി നെക്സ്റ്റ് എന്താണ്? 0 0 0. നെക്സ്റ്റ് 0 0, ഇത് തന്നെ എടുക്കുക 1. ഓക്കെ, അതേപോലെ 0 1 0. നെക്സ്റ്റ് 0 1 1. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇത് കഴിഞ്ഞ് ഇനി അടുത്ത 1 0 1 0 0. നെക്സ്റ്റ് എന്താണ്? 1 0 1. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 1 1 0. ഓക്കെ, നെക്സ്റ്റ് 1 1 1. ക്ലിയർ ആണല്ലോ? 1 2 3 4 5 6 7 8. എയില് എന്താണുള്ളത്? എയില് 2 എലമെന്റ്. എ ക്രോസ് എയില് 4 എലമെന്റ്. എ ക്രോസ് എയിൽ എന്താണ്? 8 എലമെന്റ്. നിങ്ങൾക്ക് എ ക്രോസ് എ എഴുതുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് സം റിസൾട്ട് ഓൺ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നോക്കാം. കുറച്ച് റിസൾട്ട് നോക്കാം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. ഓക്കെ, എ ക്രോസ് ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ, യൂണിയൻ എ ക്രോസ് സി, എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. നെക്സ്റ്റ് റിസൾട്ട് ആണ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ക്രോസ് ഡി. ഇതിന്റെ ആൻസർ എ ക്രോസ് സി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ സി ക്രോസ് എ ഇന്റർസെക്ഷൻ സി ക്രോസ് ബി ഇന്റർസെക്ഷൻ ഡി. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി എ ക്രോസ് ബി ഈക്വൽ ടു എ ക്രോസ് സി, അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ പറയുക, ബി ഈക്വൽ ടു സി ആയിരിക്കും. എ ക്രോസ് ബി ഈക്വൽ ടു എ ക്രോസ് സി ആണെങ്കിൽ ബി ഈക്വൽ ടു സി ആണ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി റിസൾട്ട് പറയാം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അതേപോലെ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ക്രോസ് ഡി എന്താണ്, എ ഇന്റർസെക്ഷൻ സി ക്രോസ് ബി ഇന്റർസെക്ഷൻ ഡി. ഇതാണ് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് ഇതുവരെ നിങ്ങൾ റിലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത്രയും ഞാൻ സമയം പറഞ്ഞു, എന്നിട്ട് റിലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഫങ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അതായത് നമ്മൾ റിലേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാൻ പറ്റുന്നതാണ്. അതിന് മുന്നെയാണ് നമ്മൾ ഓർഡേർഡ് പെയർ എടുത്തിട്ടുണ്ട്, അതേപോലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, എ ക്രോസ് ബി, സി ക്രോസ് ഡി, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടില്ലേ, എ ക്രോസ് എ, പിന്നെ അതേപോലെ എ ക്രോസ് എ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിലേഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു.